ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ നമ്മൾ ആദ്യമേ തന്നെ ഇന്ത്യൻ ആർമിയിൽ ഒരു പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ റൂൾസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയിലുള്ള എല്ലാവർക്കും തന്നെ ഫിസിക്കൽ ടെസ്റ്റ്, അതായത് വർഷത്തിൽ 2 പ്രാവശ്യം അവരുടെ ഫിസിക്കൽ ഫിറ്റ്നസ് തെളിയിക്കണം. അതായത് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ബ്ലഡ് ടെസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളല്ല. അതിലുപരിയായിട്ട് ഇവർ ഈ ഫിറ്റ്നസ് എന്ന് പറയുമ്പോഴത്തേക്കും ആർമിയുടെ ഫിറ്റ്നസ് ഫിസിക്കൽ ടെസ്റ്റ് അറിയാമല്ലോ, ഈ കയറിൽ പിടിച്ച് മുകളിലോട്ട് കയറുക, ബാറിൽ കയറി ഇങ്ങനെ എക്സസൈസ് ചെയ്യുക, റോൾ ചെയ്ത് താഴോട്ട് വരിക, ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഫിസിക്കൽ ഫിറ്റ്നസ് തെളിയിക്കണം വർഷത്തിൽ 2 പ്രാവശ്യം. ഓരോ 6 മാസം കൂടുമ്പോഴും ഈ ടെസ്റ്റ് ചെയ്തുള്ള ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഇനി ആർമിയിൽ തുടരാൻ പറ്റൂ. ഇങ്ങനൊരു നിയമം കൊണ്ടുവരികയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇന്ത്യയിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇത് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് വളരെ നന്നായിരിക്കും. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും കൂടി ഇതേ സെയിം ഫിസിക്കൽ ടെസ്റ്റ്, ഈ ഫിറ്റ്നസ് ടെസ്റ്റ് കൊണ്ടുവരണം. 6 മാസത്തിലൊരിക്കൽ ഫിറ്റ്നസ് തെളിയിക്കുക. സൂപ്പറായിരിക്കും. കാരണം ഫിറ്റ്നസ് തെളിയിക്കാത്ത ആൾക്കാരൊക്കെ പുറത്ത് പോട്ടെ, കുറേ യുവാക്കളുണ്ടല്ലോ, അവർ കയറട്ടെ ജോലിക്ക്. ഫിറ്റ്നസ് ഇല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഫിറ്റ്നസ്സിനൊത്ത ജോലിക്ക് അവർ പൊക്കോട്ടെ. ഇന്ന് ഇന്ത്യയും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഈ അമേരിക്കൻ എൻവോയ് സെർജിയോ ഗോർ ഇന്ത്യയിൽ ജോയിൻ ചെയ്തല്ലോ. അപ്പോൾ ജോയിൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് പ്രൈം മിനിസ്റ്ററുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് ഒരു കത്തൊക്കെ കൊടുത്തയച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അത് എൻ്റെ സുഹൃത്തിന് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ഗ്രീറ്റിങ്സോട് കൂടിയുള്ള ഒരു വിഷ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല, അത് ഇതുവരെ റിവീൽ ചെയ്തിട്ടുമില്ല. പക്ഷെ അങ്ങനെ ഒരു ഗ്രീറ്റിങ്സ് കൊടുത്തിട്ടുണ്ട്. സെർജിയോ ഗോറാണ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ അതൊരു നല്ല തുടക്കമായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാവാം. ഇതുവരെ അമേരിക്കയിൽ നിന്നും അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട എൻവോയ്സ് അഥവാ ഫോറിൻ അംബാസഡറിൽ തന്നെ ഏറ്റവും പ്രായം കുറവായിട്ടുള്ള ഒരു അംബാസഡറാണ് സെർജിയോ ഗോർ. അപ്പോൾ നരേന്ദ്രമോദിയുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ പ്രാഥമികമായിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ഫോർമൽ മീറ്റിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വീണ്ടും ജയശങ്കറുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ട്രേഡ്, ടെക്നോളജി, ഡിഫൻസ്, ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട്. അമേരിക്കയുമായിട്ടുള്ള ഫ്യൂച്ചർ റിലേഷൻഷിപ്പ്, ഇൻഡോ പസഫിക്കിലുള്ള ആ സെക്യൂരിറ്റി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെല്ലാം തന്നെ ഒരു സമഗ്രമായ ഒരു ചർച്ച അവിടെ നടത്തിയിട്ടുണ്ട്. ISPK എന്ന് പറഞ്ഞ ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഖൊർസാൻ പ്രൊവിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീവ്രവാദ ഗ്രൂപ്പ്, ഇവർ ISISൻ്റെ സെയിം ഗ്രൂപ്പാണ്. പാകിസ്ഥാൻ്റെ ഉള്ളിലാണ് ഇവരുടെ ആസ്ഥാനം. അതാണ് ഇപ്പം പൊതുവിൽ പുറത്തു വരുന്നത്. ഇത് ഇന്നലെ അഫ്ഗാനിസ്ഥാൻ പത്രസമ്മേളനം നടത്തുമ്പോഴത്തേക്കും ഇതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ഈ ISIS എന്ന് പറഞ്ഞാൽ ഈ തീവ്രവാദ സംഘടന ഉള്ളത് പാകിസ്ഥാൻ്റെ ഉള്ളിലാണ്, അഫ്ഗാനിസ്ഥാൻ്റെ ഉള്ളിലല്ല എന്നും കൂടി അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ഒരു തീവ്രവാദ സ്റ്റേറ്റ് ആയിട്ട് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ വരെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ISPK എന്ന് പറഞ്ഞ സംഘടന ശരിക്കും ലഷ്കർ അതേപോലെ ജയ്ഷ് എന്ന് പറഞ്ഞ 2 സംഘടനകളുമായിട്ട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇവരാണ് ഇവരുടെ പ്രൊപ്പഗൻഡ അജണ്ട, ഈ ഒരു ഫണ്ടമെന്റലിസം ഇതെല്ലാം തന്നെ കുത്തി നിറയ്ക്കുന്നത്. അത് കുട്ടികളെ എങ്ങനെ ഇതിനകത്ത് സ്വാധീനിച്ച് കൊണ്ടുവരണം, ഏത് രീതിയിൽ ഏത് വാചകങ്ങളൊക്കെ ഉപയോഗിച്ച് ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് ഒന്ന് മാറ്റി ഇവിടെ സ്ഥായിയായിട്ട് ഇവരെ നിലനിർത്താൻ കഴിയും, അങ്ങനെയുള്ള രീതിയിലുള്ള ടീച്ചിങ്സ് ഒക്കെ കൊടുക്കുന്നത് ഈ ടീമിൽപ്പെട്ട ആൾക്കാരാണെന്നാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ US അംബാസിഡർ സെർജിയോ ഗോർ, നമ്മളുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവലുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻഡോ പസഫിക് റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് സെക്യൂരിറ്റി മേഖലകൾ, അതേപോലെ US ഇന്ത്യ ടൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ. അജിത് ഡോവൽ എന്ന് പറയുമ്പോഴത്തേക്കും നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ അവിടെ നടന്നത്. അതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ 4 റഫേൽ ഫൈറ്റർ ജെറ്റുകൾ, ഇപ്പം 4 കേട്ടോ. അത് ഇവർ 5, 6 എന്നൊക്കെ പറഞ്ഞെല്ലാം അടുത്ത് ഇപ്പം അവർക്ക് 4 എന്ന് ചുരുക്കി പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ് ഇപ്പം 4 എന്ന് പറഞ്ഞത്? ഇവർ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AI വീഡിയോ അവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഒരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീഡിയോ ഗെയിമിലുള്ള ചില ഫൈറ്റർ ജെറ്റുകളൊക്കെ എടുത്ത് ഇവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റഫേൽ ഫൈറ്റർ ജെറ്റുമായിട്ട് സാമ്യമുള്ള രീതിയിലുള്ള ഒരു ക്രിയേഷനാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് 4 ഫൈറ്റർ ജെറ്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 4 എന്നുള്ള ഒരു ക്ലെയിമാണ് ഇപ്പോൾ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതോടൊപ്പം അതിലെ ഒരു ക്യാപ്റ്റൻ, ഒരു ലേഡി ക്യാപ്റ്റനെ ഇവർ മിസ്സിങ് എന്നും കൂടി ഇവർ കോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവർക്ക് അബദ്ധം പറ്റി. അപ്പോൾ ഇവർ കള്ളം പറയുമ്പോഴത്തേക്കും അത് വൃത്തിയായിട്ട് പറയണമല്ലോ. അപ്പോൾ ഇവർ പറഞ്ഞു ശിവാംഗി സിംഗ് എന്ന് പറഞ്ഞ ഒരു ലേഡി പൈലറ്റ് മിസ്സിംഗ് ആണ്, അത് ഞങ്ങളുടെ ആക്രമണത്തിൽ ഞങ്ങൾ 4 ഫൈറ്റർ ജെറ്റുകൾ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു, അതിലുള്ള ഒരു പൈലറ്റാണ് ഈ ശിവാംഗി സിംഗ്, അപ്പോൾ അവരാണ് മിസ്സിംഗ് ആയത് എന്നുള്ള രീതിയിലൊക്കെ ഇവർ വാർത്തകളൊക്കെ ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇന്ന് കൃത്യമായിട്ട് അതിനെ ഡീകോഡ് ചെയ്തുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഫേക്കാണ്, കംപ്ലീറ്റ്ലി ഫേക്ക്. ഞങ്ങളുടെ സൈഡിൽ ഒരു ഷോർട്ടേജും ഉണ്ടായിട്ടില്ല, ഞങ്ങളുടെ ഫൈറ്റർ ജെറ്റുകളെല്ലാം ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എയർഫോഴ്സിൻ്റെ ചീഫായിട്ടുള്ള AP സിംഗ് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യ അഡ്വാൻസ്ഡ് ആയിട്ട് വേറൊരു പ്രവൃത്തിയോടെ ചെയ്തിട്ടുണ്ട്. ഈ ശിവാംഗി സിംഗിനെ തന്നെ ഈ റഫേൽ ഫൈറ്റർ ജെറ്റിൻ്റെ ആ ഒരു ട്രെയിനറായിട്ട്, ഇൻസ്ട്രക്ടറായിട്ട് പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട്.
ഒരു പ്രൊമോഷൻ കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ കൈമാറിക്കൊണ്ട് ആ ഒരു പിക്ചറും കൂടി ഇന്ത്യ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഈ ശിവാംഗി സിംഗിനെയാണ് മിസ്സിംഗ് പൈലറ്റ് എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ കോട്ട് ചെയ്തിരുന്നത്. അവർ മിസ്സിംഗ് അല്ല, അവർ ഇന്ത്യക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ടുള്ള ഉരുളയ്ക്ക് ഉപ്പേരി പോലത്തെ മറുപടി ഇന്ത്യ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കള്ളം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കള്ളം പറഞ്ഞ് കള്ളത്തരത്തിൽ തന്നെ ഇങ്ങനെ കെട്ടിപ്പടുത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ്. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ അതങ്ങനെ പൊളിഞ്ഞങ്ങ് വീഴും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ ദയനീയതയാണ്. ഈ രീതിയിൽ ഒരു രാജ്യം ഉണ്ടാവില്ല. നമ്മളുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ സൈഡിൽ നിന്നും അതേപോലെ കാനഡയുടെ കൊമേഴ്ഷ്യൽ മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇന്ത്യ കാനഡ എക്കണോമിക് ടൈസ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, എങ്ങനെ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താം എന്നതിനെക്കുറിച്ചുള്ള രീതിയിലാണ് ഡിസ്കഷൻ മുന്നോട്ട് പോയത് ത്രൂ ഔട്ട്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് നമ്മൾ 20 ടൺ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡുമായിട്ട് മൊസാംബിക്കിൻ്റെ തീരത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് മൊസാംബിക്കിൽ മപ്പൂട്ടു എന്ന് പറഞ്ഞ പോർട്ടിലാണ് നമ്മൾ ഈ ഒരു എയ്ഡ് സാധനങ്ങൾ എത്തിച്ചത്. ഇത് എയ്ഡ് സാധനങ്ങൾ അവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആയതുകൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചതല്ല. ഇത് ആഫ്രിക്കയ്ക്ക് നമ്മൾ ഒരു പ്ലാൻഡ് പാക്കേജ് എന്നുള്ള നിലയിൽ കൊടുക്കുന്ന എയ്ഡാണ്. ഇത് പ്രീ പ്ലാൻഡ് പാക്കേജാണിത്. അപ്പോൾ ആ ഒരു പ്രീ പ്ലാൻഡ് പാക്കേജിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു 20 ടൺ എയ്ഡ് നമ്മളുടെ കോസ്റ്റ് ഗാർഡ് ഷിപ്പ് ത്രൂ നമ്മൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഓരോ രാജ്യങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ആരും ഒന്നും ഫ്രീ ആയിട്ട് തരില്ല. അതാണ് നമ്മളിവിടെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത്. DRDO ഇന്ത്യയുടെ നെക്സ്റ്റ് ജനറേഷൻ മാരിടൈം ഷീൽഡ്, ഇത് ഒരു ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ്. പ്രോജക്റ്റ് കുഷ എന്നുള്ള പേരിലാണ് ഇത് DRDO ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ പ്രോജക്റ്റിൻ്റെ പേരിലാണ് ഇതിലേക്കുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടന്ന് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടോടൈപ്പ് റെഡിയാകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇത് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് കേപ്പബിലിറ്റി കൊടുക്കും ഇന്ത്യൻ നേവിക്ക്. അതാണ് ഇതിൻ്റെ ലക്ഷ്യം. അത് ലോങ് റേഞ്ച്. ഇതിൻ്റെ സ്പീഡ് മാക്സ് 7 ആണ് കേട്ടോ. മാക്സ് 7 ആണ് ഇതിൻ്റെ സ്പീഡ്. ഇത് ചൈനയുടെ DF-21D അതേപോലെ തന്നെ DF-26B എന്ന കാറ്റഗറിയിൽ വരുന്ന ലാർജ് ടൈപ്പ് ഓഫ് വെസൽസിനെ വരെ നമുക്ക് ഇത് വെച്ച് അടിച്ചിടാൻ കഴിയും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാക്സ് എയറോസ്പേസ് കമ്പനിയും ബെൽ ടെക്സ്ട്രോൺ എന്ന് പറഞ്ഞ കമ്പനിയും, ഈ രണ്ട് കമ്പനികളും കൂടി, ഈ മാക്സ് എയറോസ്പേസ് എന്ന് പറയുന്നത് മുംബൈ ബേസ്ഡ് കമ്പനിയാണ്, ഈ ബെൽ ടെക്സ്ട്രോൺ എന്ന് പറയുന്നത് US ബേസ്ഡ് കമ്പനിയാണ്. RSH ഹെലികോപ്റ്റർ പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമാണ് ഇവർ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ജോയിൻറ്റ് മാനുഫാക്ചറിങ്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ RSH എന്ന് പറഞ്ഞ ഈ ഒരു പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ചേതക് അതേപോലെ ചീറ്റ എന്ന് പറഞ്ഞ 2 കാറ്റഗറിയിൽപ്പെട്ട ഹെലികോപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഹെലികോപ്റ്റേഴ്സിനെ എല്ലാം തന്നെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുതിയ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ ഈ ഹെലികോപ്റ്റേഴ്സിനെ എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പോൾ അതിന് ശരിക്കും അമേരിക്കൻ ടെക്നോളജി അതേപോലെ ഇന്ത്യയുടെ കമ്പനിയും കൂടി ചേർന്നിട്ട് മാനുഫാക്ചറിങ് ആണ് ഇന്ത്യക്കുള്ളിൽ നടത്തുന്നത്. സെൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 37 കോടി വർത്ത് വരുന്ന ഒരു പ്രോജക്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ് ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ഇൻഡിജീനിയസ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് അൺമാൻഡ് ഏരിയൽ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ മികച്ചവരായതുകൊണ്ടാണ് ഈ കമ്പനിക്ക് ഈ ഓർഡർ കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിന് ബിഡിംഗ് ഉണ്ടായിരുന്നു. ബിഡിങ്ങിൽ ഇവർ കൃത്യമായി കോട്ട് ചെയ്ത് തന്നെയാണ് ഈ ഒരു കോൺട്രാക്റ്റ് നേടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.